ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 6ാമത്തെ ദിവസം ശ്രീരാമ അഭിഷേക വിഘ്നം മുതൽ വിഛിന്നാഭിഷേകം വരെയാണ് വായിക്കേണ്ടത്. ആ ഭാഗത്തിൻ്റെ കഥ കേൾക്കാം. രാമാഭിഷേകം വിഘ്നം കൂടാതെ നടക്കുന്നതിനായിട്ട് കൗസല്യാദേവി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് കൈകേയിയുടെ ദാസിയും കൂനിയുമായ മന്ദര സ്വന്തം ഗൃഹത്തിൻ്റെ മുകളിൽ കയറി 4 പാടും നോക്കി. അയോധ്യ നഗരം തോരണങ്ങൾ കൊണ്ടും കൊടിക്കൂറകൾ കൊണ്ടും ഒരു ഉത്സവത്തിനെന്ന പോലെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട അവൾ രാമൻ്റെ അമ്മയോട് ചോദിച്ചു, എന്താണ് അയോധ്യ നഗരം ഇത്രയും അലങ്കരിച്ചിരിക്കുന്നത്? കൗസല്യ സന്തോഷത്തോടെ ബ്രാഹ്മണർക്ക് ധനവും വസ്ത്രങ്ങളുമെല്ലാം ദാനം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രീരാമചന്ദ്രനെ നോക്കിയിരുന്ന ഒരമ്മ പറഞ്ഞു, നാളെ രാമൻ്റെ പട്ടാഭിഷേകമാണ്, അതാണ് ഈ സന്തോഷങ്ങൾക്കെല്ലാം കാരണം. ഇത് കേട്ട ഉടനെ കൈകേയിയുടെ അന്തപുരത്തിലേക്ക് ഓടിച്ചെന്നു. കൈകേയി കട്ടിലിൽ ഉദാസീനയായി കിടക്കുകയായിരുന്നു. മന്ദര കൈകേയിയെ ശകാരിച്ചു, ഭാഗ്യം കെട്ടവളെ, മൂഢേ, നീ എന്താണ് ഇങ്ങനെ സുഖമായി കിടക്കുന്നത്? നിനക്ക് വലിയൊരു ഭയം വരാൻ പോകുന്നു. സുന്ദരിയും സൗഭാഗ്യം കൊണ്ട് അഹങ്കരിക്കുന്നതുമായ നീ നാളെയെപ്പറ്റി ചിന്തിക്കുന്നത് പോലുമില്ലല്ലോ. നാളെ രാജാവ് രാമനെ പട്ടാഭിഷേകം ചെയ്യാൻ പോവുകയാണ്. അത് കേട്ടതും സന്തോഷത്തോടെ കൈകേയി എഴുന്നേറ്റു. എന്നിട്ട് തനിക്ക് സന്തോഷമായ വർത്തമാനം അറിയിച്ചതിന് 2 സ്വർണ്ണത്തളകൾ മന്ദരയ്ക്ക് സമ്മാനിച്ചു. എനിക്ക് അത്യധികം സന്തോഷമാകുന്ന വർത്തമാനമാണ് നീ അറിയിച്ചത്. അതെനിക്ക് ഭയകാരണമാണെന്ന് നീ പറയാൻ എന്താണ് കാരണം? എനിക്ക് ഭരതനേക്കാളും പ്രിയപ്പെട്ടവനാണ് രാമൻ. എനിക്ക് എപ്പോഴും ഇഷ്ടങ്ങൾ ചെയ്യുന്നവനും പ്രിയവാക്യങ്ങൾ മാത്രം പറയുന്നവനുമാണ്. സ്വന്തം അമ്മയായ കൗസല്യയെയും എന്നെയും രാമൻ തുല്യനിലയ്ക്കാണ് സ്നേഹിച്ചത്. രാമനിൽ നിന്ന് നിനക്കെന്ത് ഭയമാണ് ഉണ്ടായത്? പറയൂ. കൈകേയി ഇത് പറഞ്ഞത് കേട്ടപ്പോൾ മന്ദര വല്ലാതെ ദുഃഖിച്ചു. മന്ദര പറഞ്ഞു, ദേവി, നിനക്ക് വലിയ ഒരു ഭയം തന്നെയാണ് വന്നിരിക്കുന്നത്. രാജാവ് നിന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് എപ്പോഴും പ്രിയ വാക്കുകൾ മാത്രം പറയും. എന്നാൽ അദ്ദേഹം വാക്കുകളെ കൊണ്ട് നിന്നെ സന്തോഷിപ്പിച്ച് പ്രവൃത്തി കൊണ്ട് രാമൻ്റെ അമ്മയ്ക്ക് നന്മ ചെയ്യുന്നവനാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശത്രുഘ്നെയും ഭരതനെയും അമ്മാവൻ്റെ നാട്ടിലേക്ക് അയച്ചത്. രാമന് ഐശ്വര്യം വന്നാൽ ലക്ഷ്മണനും അത് അനുഭവിക്കാൻ കഴിയും. അതിനാൽ അത് സുമിത്രയ്ക്കും ഗുണമേ വരികയുള്ളൂ. അതേസമയം ഭരതൻ രാമൻ്റെ മുന്നിൽ ദാസനായി നിൽക്കേണ്ടി വരും. രാമൻ ഒരു പക്ഷേ ഭരതനെ നാട് കടത്തിയെന്നും വരാം. കൊല്ലാൻ പോലും മടിക്കില്ല. നീയാകട്ടെ കൗസല്യയുടെ ദാസിയായി ജീവിതകാലം മുഴുവൻ അവളെ സ്നേഹിച്ചേ കഴിയേണ്ടി വരും. ഒരു സപത്നിയുടെ ദാസിയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണ്. സപത്നി എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യ. അതിനാൽ ഭരതനെ രാജാവാക്കി അഭിഷേകം ചെയ്യുവാനും രാമനെ 14 കൊല്ലം വനവാസത്തിന് പറഞ്ഞയക്കാനും നീ ദശരഥ മഹാരാജാവിനോട് പറയണം. എന്തുകൊണ്ടെന്നാൽ 14 വർഷം കൊണ്ട് നിൻ്റെ മകനെ പ്രജകളെയൊക്കെ തൻ്റെ അധീനതയിലാക്കാൻ കഴിയും. ഇനി രാമനെ കാട്ടിലയക്കാനും ഭരതനെ രാജാവാക്കാനും ഞാനൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു തരാം. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാനായി ഇന്ദ്രൻ ദശരഥ മഹാരാജാവിനോട് അപേക്ഷിച്ചു. അദ്ദേഹം വലിയ സൈന്യത്തോടു കൂടി വിവാഹം ചെയ്ത ഉടൻ തന്നെ ആയതുകൊണ്ട് നിന്നെയും കൂട്ടിക്കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോയത്. അസുരന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ദശരഥൻ്റെ തേരിലെ ഒരു ആണി ഇളകിപ്പോയി. അത് രാജാവ് അറിഞ്ഞില്ല. അതേസമയം നീ അച്ചുതണ്ട് കൈകൊണ്ട് പിടിച്ച് തേരിൻ്റെ ചക്രം ഊരിപ്പോകാത്ത വിധത്തിൽ രാജാവിനെ രക്ഷിച്ചു. കൈകേയി തൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ വിധത്തിലുമുള്ള ആയുധങ്ങളും പയറ്റി തെളിഞ്ഞവളാണ്. കൈകേയി എല്ലാം പഠിച്ചവളാണ്. അതുകൊണ്ടാണ് ആ ഒരു ശക്തി കൈകേയിക്ക് ലഭിച്ചത്. ഇങ്ങനെ അസുരന്മാരെ തോൽപ്പിച്ചോടിച്ച ശേഷം നിന്റെ ധീരത കണ്ട ദശരഥ മഹാരാജാവ് നിന്നോട് 2 വരങ്ങൾ ആവശ്യപ്പെടാൻ പറഞ്ഞു. അന്ന് ആ വരങ്ങൾ അങ്ങയുടെ അധീനത്തിൽ തന്നെ ഇരിക്കട്ടെ, ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചു കൊള്ളാം എന്ന് നീ പറഞ്ഞില്ലേ? അങ്ങനെ ആവട്ടെ എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ഈ വിവരങ്ങൾ എന്നോട് നീ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഭാഗ്യവശാൽ എനിക്കതെല്ലാം ഓർമ്മ വന്നു. അതിനാൽ നീ ക്രോധാകാരത്തിൽ പോയി വേഗം കിടക്കൂ. അതായത് ക്രോധം വന്നാൽ കിടക്കേണ്ട മുറിയാണത്. ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് വെറും നിലത്ത് കിടക്കൂ. ആരോടും ഒന്നും മിണ്ടരുത്. രാജാവ് 2 വരങ്ങളും തരാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത് വരെ മൗനം പൂണ്ട് അവിടെ കിടക്കൂ.
സത്യത്തിൽ രാമനെ അഭിഷേകം ചെയ്യുന്ന വാർത്ത കേട്ടപ്പോൾ കൈകേയിക്ക് വളരെ സന്തോഷമാണ് ഉണ്ടായത്. പക്ഷേ ഇങ്ങനെ ഒരാളിൻ്റെ ഉപദേശം കേട്ടതനുസരിച്ച് അതുപോലെ തന്നെ കൈകേയി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൈകേയി പറയാണ്, അല്ലയോ കൂനി സുന്ദരി, നീ ഇത്രയും ബുദ്ധിശാലിയായിട്ടുള്ളവളാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നിനക്ക് എന്നോടുള്ള സ്നേഹം അത്രയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ പ്രിയപുത്രൻ ഭരതൻ രാജാവായാൽ 100 ഗ്രാമങ്ങൾ ഞാൻ നിനക്ക് എഴുതിത്തരാം. നീ എനിക്ക് പ്രാണനേക്കാളും പ്രിയപ്പെട്ടവളാണ്. ഇങ്ങനെ മന്ദരയോട് പറഞ്ഞ് കൈകേയി ക്രോധാകാരത്തിൽ പ്രവേശിച്ചു. ആഭരണങ്ങളെല്ലാം പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. അവ 4 ഭാഗത്തുമായി അങ്ങനെ ചിന്നിച്ചിതറിക്കിടന്നു. ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തലമുടി അഴിച്ചിട്ട് കൈകേയി വെറുനിലത്ത് കിടന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ജലപാനം ചെയ്യില്ല. എൻ്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ഞാൻ ജീവൻ തന്നെ വെടിയും. അപ്പോൾ മന്ദര പറഞ്ഞു, തീർച്ചയായും നിൻ്റെ ആഗ്രഹം ഫലിക്കും, നിനക്ക് മംഗളം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് മന്ദര ആശീർവദിച്ചു. എന്നിട്ട് മന്ദര അവളുടെ ഗൃഹത്തിലേക്ക് പോയി. ഇവിടെ എഴുത്തച്ഛൻ നമുക്ക് തരുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത്, കുശുമ്പും കുനിറ്റും എല്ലാം പറയുന്നവരോട് അധികം അടുക്കരുത്. കാരണം അത് നമ്മളെ പെട്ടെന്ന് മാറ്റിക്കളയും. നമ്മൾ നല്ല സ്വഭാവമാണ് എങ്കിലും കുറേ നേരത്തെ അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മളും ചിലപ്പോൾ അതുപോലെ തന്നെയാകും. അതുകൊണ്ട് ദുർജനങ്ങളുമായിട്ട് കൂട്ടുകൂടാതെ ഇരിക്കുക, സജ്ജനങ്ങളുമായിട്ട് കൂട്ടുകൂടുക എന്നതാണ് ഈ സമയത്ത് എഴുത്തച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദശരഥ മഹാരാജാവ് മന്ത്രിമാരോടും ഗുരുവിനോടും രാമന് അഭിഷേകം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചതിന് ശേഷം എന്ത് സന്തോഷവും പങ്കിടുവാൻ ഓടിയെത്തുന്നത് കൈകേയിയുടെ അടുത്താണ്. അങ്ങനെ അന്തഃപുരത്തിലേക്ക് കയറി നോക്കിയപ്പോൾ കൈകേയിയെ കണ്ടില്ല. അദ്ദേഹം വല്ലാതെ വിഷമിച്ചു. കാരണം അന്തഃപുരത്തിലേക്ക് വന്നാലുടൻ ഓടി വന്ന് സന്തോഷത്തോടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളാണ് കൈകേയി. കൈകേയിയെ കാണാതായപ്പോൾ അവിടെയുള്ള ദാസിമാരോട് കൈകേയിയെ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ദാസിമാർ പറഞ്ഞു, ദേവി ക്രോധാകാരത്തിലാണ്. കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, അങ്ങ് തന്നെ ചോദിച്ചു നോക്കൂ. ദാസിമാർ പറഞ്ഞത് കേട്ട് പരിഭ്രമിച്ച രാജാവ് വേഗം ക്രോധാകാരത്തിലേക്ക് എത്തി. കമിഴ്ന്നു കിടക്കുന്ന കൈകേയിയുടെ ശരീരം സ്നേഹം കൊണ്ട് തഴുകിക്കൊണ്ട് ചോദിച്ചു, എന്താണ് പ്രിയെ കട്ടിലും കിടക്കയും ഉപേക്ഷിച്ച് വെറുനിലത്ത് കിടക്കുന്നത്? ആരാണ് നിന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തിയത്? എന്തിനാണ് ഈ കോപം? നിന്റെ ആഗ്രഹം എന്തു തന്നെയായാലും ഞാനത് സാധിപ്പിച്ചു തരുന്നതാണ്. നിനക്ക് അനിഷ്ടം പ്രവർത്തിച്ചത് ആരായാലും, അത് പുരുഷനായാലും സ്ത്രീ ആയാലും, ആ വ്യക്തിയെ നിശ്ചയമായും ഞാൻ ശിക്ഷിക്കുന്നതാണ്. എങ്ങനെയായാൽ നിനക്ക് സന്തോഷമാകുമോ അത് ഞാൻ ചെയ്യാം. അത് ഇനി എത്ര പ്രയാസപ്പെട്ട കാര്യമാണെങ്കിലും ഞാൻ ചെയ്യും. നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നവനാണ് ഞാൻ. എനിക്ക് ഇപ്പോൾ പ്രാണനേക്കാളും പ്രിയപ്പെട്ടത് രാമനെയാണ്. ആ രാമനാണ് സത്യം. നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിപ്പിച്ചു തരുന്നതാണ്. ഇങ്ങനെ ഒരു സത്യം കേട്ടതും കണ്ണീർ തുടച്ച് കൈകേയി എഴുന്നേറ്റിരുന്നു. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് പറഞ്ഞാലും ദശരഥ മഹാരാജാവിനെ അത് ചെയ്യാതെ നിവൃത്തിയില്ല. കൈകേയി രാജാവിനോട് പറഞ്ഞു, അങ്ങ് പ്രതിജ്ഞ ചെയ്തത് സത്യമാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഉടനെ സാധിപ്പിക്കണം. പണ്ട് ദേവാസുര യുദ്ധത്തിൽ അങ്ങയെ ഞാൻ രക്ഷിച്ചതിന് പകരമായിട്ട് അങ്ങ് എനിക്ക് 2 വരങ്ങൾ തന്നിരുന്നു. ആ വരങ്ങൾ ഞാനിപ്പോൾ അങ്ങയോട് ചോദിക്കുകയാണ്. അതിലാദ്യത്തെ വരം, എൻ്റെ ഓമനപുത്രനായ ഭരതനെ യുവരാജാവായി അങ്ങ് വാഴിക്കണം. അടുത്ത വരം, രാമൻ 14 കൊല്ലം വനവാസം അനുഷ്ഠിക്കണം എന്നതാണ്. മരവുരിയും ജടയും ധരിച്ച് ഫലമൂലാദികൾ മാത്രം ഭക്ഷിക്കുന്നവനായി രാമൻ വേഗം കാട്ടിലേക്ക് പോകണം. 14 സംവത്സരം കഴിഞ്ഞ് വേണമെങ്കിൽ നാട്ടിലേക്ക് വന്നുകൊള്ളട്ടെ, അല്ലെങ്കിൽ വനത്തിൽ തന്നെ താമസിച്ചു കൊള്ളട്ടെ. രാമൻ നാളെ പ്രഭാതത്തിൽ തന്നെ വനത്തിലേക്ക് പോകണം. അല്പം പോലും താമസിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ പ്രാണത്യാഗം ചെയ്യും. അങ്ങ് ചെയ്ത പ്രതിജ്ഞ സത്യമാക്കി തീർക്കൂ. ഇതാണ് എനിക്ക് പ്രിയപ്പെട്ട 2 വരങ്ങൾ. കൈകേയി പറഞ്ഞ കൂർത്ത വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് ഇടിവെട്ടേറ്റവനെ പോലെ മോഹാലസ്യപ്പെട്ടു വീണു. അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ് എഴുന്നേറ്റു. പെട്ടെന്ന് ചിന്തിച്ചു, ഞാൻ ദുസ്വപ്നം കണ്ടതാണോ, അതോ എൻ്റെ മനസ്സിൻ്റെ വിഭ്രമമാണോ എന്ന് വിചാരിച്ച് കൈകേയിയെ നോക്കി. പക്ഷേ കാണുന്നത് കോപം കൊണ്ട് വിറച്ചു നിൽക്കുന്ന കൈകേയിയാണ്. രാജാവ് കൈകേയിയോട് പറയാണ്, രാമൻ നിന്നോട് എന്ത് അപരാധമാണ് ചെയ്തത്? നീ പലപ്പോഴും രാമൻ്റെ ഗുണങ്ങളെ വർണ്ണിച്ചു പറയാറില്ലേ?
എപ്പോഴും രാമനെ പുകഴ്ത്തി പറയാറുള്ള നീ ഇപ്പോൾ മറിച്ച് പറയുന്നത് എന്താണ്? ഭരതനെ രാജ്യം കൊടുക്കാം, പക്ഷേ രാമനെ ഇവിടെ താമസിക്കാൻ അനുവദിക്കണം. ഈ ഒരു കാര്യം നീ സമ്മതിക്കണം. രാമനിൽ നിന്ന് ഒരു ഭയവും നിനക്ക് ഉണ്ടാവുകയില്ല. ഇങ്ങനെ പറഞ്ഞ് കണ്ണീരൊഴുക്കിക്കൊണ്ട് ദശരഥ മഹാരാജാവ് കൈകേയിയുടെ കാൽക്കൽ വീണു. കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളാൽ ദഹിപ്പിച്ചുകൊണ്ട് നോക്കി കൈകേയി ചോദിച്ചു, രാജാവേ, അങ്ങേക്ക് ഭ്രാന്തുണ്ടോ? പറഞ്ഞതെന്താണ് മാറ്റി പറയുന്നത്? പറഞ്ഞ വാക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ സത്യസന്ധമായ രാജാവെന്ന് പേര് കേട്ട അങ്ങേക്ക് നരകപ്രാപ്തിയാകും ഫലം. മരവിരിയും മാന്തോലും വസ്ത്രമായി ധരിച്ച് രാമൻ നാളെ രാവിലെ തന്നെ കാട്ടിലേക്ക് പോയില്ലെങ്കിൽ എൻ്റെ ജീവനെ ഞാൻ ഉപേക്ഷിക്കുന്നതാണ്. കൈകേയിയുടെ ആ ശാഠ്യത്തിന് മുന്നിൽ രാജാവിന് വേറെ ഒരു നിവൃത്തിയും ഇല്ലായിരുന്നു. അങ്ങനെ കൂടെ കൂടെ മോഹാലസ്യപ്പെട്ട് വീണും ബോധം തെളിഞ്ഞും ദീനം കരഞ്ഞും ദശരഥന് ഒരു വർഷം എന്നതുപോലെ ആ രാത്രി കഴിച്ചു കൂട്ടേണ്ടി വന്നു. സാധാരണ രാവിലെ സ്തുതി പാഠകന്മാർ വന്ന് രാജാവിനെ സ്തുതിച്ച് പള്ളി ഉണർത്തും. അങ്ങനെ അവർ വന്ന സമയത്ത് കൈകേയി അവരെ അവിടുന്ന് ഓടിച്ചു വിട്ടു. രാവിലെയായപ്പോൾ കൊട്ടാരത്തിന് മുന്നിൽ ബ്രാഹ്മണർ, വൈശ്യർ, ശൂദ്രർ, കന്യകമാർ ഇവരൊക്കെ ആ അഭിഷേക സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. വസിഷ്ഠ മഹർഷി പറഞ്ഞ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അയോധ്യയിലെ സ്ത്രീകളും വൃദ്ധന്മാരും കുട്ടികളും അവരാരും തന്നെ തലേ ദിവസം ഉറങ്ങിയിട്ടില്ല. അവരൊക്കെ ശ്രീരാമചന്ദ്രനെ കാത്തിരിക്കുകയാണ്. മഞ്ഞപ്പട്ടണിഞ്ഞ് സർവാഭരണ ഭൂഷിതനായി കിരീടവും തോൾവളകളും ധരിച്ചവനായി മേഘശ്യാമളനായ രാമനെ അഭിഷേകം കഴിഞ്ഞു വരുന്ന രൂപത്തിൽ എപ്പോഴാണ് കാണാൻ കഴിയുക എന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. അങ്ങനെ സന്തോഷാധിക്യം കൊണ്ട് അവരൊക്കെ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. സൂര്യൻ ഉദിച്ചുവല്ലോ, ഇനിയും എന്താണ് രാജാവ് എഴുന്നേൽക്കാത്തത് എന്ന് ശങ്കിച്ചുകൊണ്ട് സുമന്ത്രർ ദശരഥൻ്റെ മുൻപിലെത്തി. മഹാരാജാവ് ദശരഥൻ ജയിച്ചാലും എന്ന് വല്ലാതെ ദുഃഖിതനായി ഇരിക്കുന്ന രാജാവിനെ കണ്ട് സുമന്ത്രർ കൈകേയിയോട് ചോദിച്ചു, ദേവി കൈകേയി, എന്താണ് രാജാവ് ദുഃഖിതനായി കാണപ്പെടുന്നത്? കൈകേയി പറഞ്ഞു, രാജാവിനെ ഇന്നലെ രാത്രി തീരെ ഉറക്കമുണ്ടായില്ല. രാമൻ എന്ന് തന്നെ ചിന്തിച്ച് ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു. ഉറക്കക്ഷീണമാണ് അദ്ദേഹത്തിന്. അങ്ങ് എന്തായാലും വേഗം രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. രാജാവ് രാമനെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സുമന്ത്രർ ചോദിച്ചു, രാജാവ് കൽപ്പിക്കാതെ ഞാൻ എങ്ങനെ പോകും? അപ്പോൾ ദശരഥൻ പറഞ്ഞു, സുമന്ത്ര, രാമനെ കൂട്ടിക്കൊണ്ടുവരൂ, എനിക്കവനെ കാണണം. രാജകൽപ്പന കേട്ട സുമന്ത്രർ തേരിലേറി അതിവേഗം രാമൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അന്തപുരത്തിൽ ചെന്ന് അറിയിച്ചു, രാമ, വേഗം എന്നോട് കൂടെ അച്ഛൻ്റെ അന്തപുരത്തിലേക്ക് വരൂ. മഹാരാജാവ് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. സുമന്ത്രരുടെ വാക്കുകേട്ട് പരിഭ്രമത്തോടെ രാമൻ അച്ഛൻ്റെ അരികിലെത്തി. അച്ഛൻ്റെ മുൻപിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. രാമനെ ആലിംഗനം ചെയ്യാനായിട്ട് ദശരഥൻ എഴുന്നേറ്റു. പക്ഷേ രാമൻ്റെ അടുത്തെത്തുന്നതിന് മുൻപേ തന്നെ രാമ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് ബോധം കെട്ടു വീണു. രാമൻ അച്ഛനെ താങ്ങി മടിയിൽ കിടത്തി. രാജാവ് മോഹാലസ്യപ്പെട്ടത് കണ്ട് അന്തപുരത്തിലെ സ്ത്രീകളെല്ലാം ഉറക്കെ നിലവിളിച്ചു. നിലവിളി കേട്ട് എന്താണ് സംഭവിച്ചതെന്ന് വിചാരിച്ച് വസിഷ്ഠ മഹർഷി അവിടേക്ക് വന്നു. അച്ഛൻ്റെ ദുഃഖ കാരണം എന്താണെന്ന് രാമൻ ചോദിച്ചപ്പോൾ കൈകേയി മറുപടി പറഞ്ഞു, രാമ, രാജാവിൻ്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ്. നീ വിചാരിച്ചാലേ അത് തീർക്കാൻ കഴിയും. രാജാവിന് ഹിതമായിട്ടുള്ള ഒരു കാര്യം നീ ചെയ്യേണ്ടതായിട്ടുണ്ട്. സത്യം മാത്രം പറയുന്ന രാജാവിനെ സത്യവാദിയാക്കേണ്ടത് നീയാണ്. രാജാവ് പണ്ട് എന്നോട് സന്തോഷിച്ച് 2 വരങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ നീ വിചാരിച്ചാൽ മാത്രമേ രാജാവിൻ്റെ ആ വാക്ക് സത്യമാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ. നിന്നോടത് നേരിട്ട് പറയാൻ അച്ഛൻ ലജ്ജിക്കുകയാണ്. അച്ഛൻ്റെ വാക്ക് സത്യമാക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. അച്ഛൻ അമ്മമാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് മക്കൾ. ഇങ്ങനെ കൈകേയിയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ്റെ ഹൃദയത്തിൽ ശൂലം കൊണ്ട് കുത്തുന്ന പോലെ ഒരു വേദനയുണ്ടായി. എന്നിട്ട് സങ്കടത്തോടെ കൈകേയിയോട് ചോദിച്ചു, അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്? എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും ഉപേക്ഷിക്കും. എൻ്റെ പ്രിയതമയായ സീതയെയും എൻ്റെ അമ്മയെയും പോലും ഞാൻ ഉപേക്ഷിക്കും. എൻ്റെ രാജ്യത്തെ ഉപേക്ഷിക്കും. കാരണം പറയാതെ തന്നെ ഒരു അച്ഛൻ്റെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ പുത്രൻ. അച്ഛൻ പറഞ്ഞതിന് ശേഷം പ്രവർത്തിക്കുന്നവൻ മധ്യമപുത്രനാണ്. അച്ഛൻ പറഞ്ഞിട്ടും അനുസരിക്കാത്തവൻ അവൻ മലത്തിലെ കൃമിക്ക് തുല്യമാണ്. അതിനാൽ അച്ഛൻ എന്നോട് എന്താ ആജ്ഞാപിക്കുന്നുവോ
അതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ഒരിക്കലും വാക്ക് മാറ്റി പറയില്ല. ഇങ്ങനെ രാമനും വാക്ക് പറഞ്ഞപ്പോൾ കൈകേയിക്ക് സന്തോഷമായി. എന്നിട്ട് കൈകേയി പറഞ്ഞു, രാമ, നീ കേട്ടുകൊള്ളുക. നിന്റെ പട്ടാഭിഷേകത്തിന് ഒരുക്കിയ ഈ വിഭവങ്ങൾ കൊണ്ട് എൻ്റെ പുത്രനായ ഭരതനെ പട്ടാഭിഷേകം ചെയ്യണം. ഇതാണ് ഞാൻ ആവശ്യപ്പെട്ട ആദ്യത്തെ വരം. രണ്ടാമത്തേത്, നീ ജടയും മരവുരിയും ധരിച്ച് വെറും ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് 14 വർഷം കാട്ടിൽ കഴിയണം. ഇതാണ് അച്ഛന് വേണ്ടി നീ ചെയ്യേണ്ടത്. ഈ വിവരം നിന്നോട് പറയാൻ അച്ഛൻ ലജ്ജിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, ഭരതൻ രാജ്യം ഭരിക്കട്ടെ, ഞാൻ കാട്ടിലേക്ക് പോകാം. ഇത് എന്നോട് പറയാൻ അച്ഛൻ എന്തിനാണ് മടിച്ചത്? രാമൻ പറഞ്ഞത് കേട്ട് അത്യന്തം ദുഃഖിതനായി ദശരഥൻ പറഞ്ഞു, രാമ, ശ്രീജിതനും മനസ്സിന് ഉറപ്പില്ലാത്തവനും ആയ എന്നെ പിടിച്ച് ബന്ധിക്കൂ രാമ. എന്നാൽ എന്നെ പാപം ബാധിക്കില്ല. ഞാൻ അസത്യം പ്രവർത്തിച്ചാലല്ലേ എന്നെ പാപം ബാധിക്കുകയുള്ളൂ. അതേസമയം നീ ഇങ്ങനെ ചെയ്താൽ നിന്നെയും പാപം ബാധിക്കില്ല. അതുകൊണ്ട് എന്നെ ബന്ധിക്കൂ രാമ. ഇങ്ങനെ പറഞ്ഞ് ദുഃഖത്താൽ നീറിക്കൊണ്ട് ദശരഥൻ പൊട്ടിക്കരഞ്ഞു. രാമ, നീ എനിക്ക് പ്രാണനേക്കാളും പ്രിയപ്പെട്ടവനാണ്. എന്നെ ഉപേക്ഷിച്ച് നീ എങ്ങനെയാണ് ആ ഭയങ്കരമായ കാട്ടിലേക്ക് പോകുന്നത് രാമ? കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനെ മാറോട് ചേർത്തുകൊണ്ട് രാമൻ പറഞ്ഞു, അച്ഛൻ ദുഃഖിക്കരുത്. അനുജനായ ഭരതൻ രാജ്യം ഭരിക്കട്ടെ. അവനതിന് കഴിവുണ്ട്. ഞാൻ 14 കൊല്ലം കാട്ടിൽ താമസിച്ച് അങ്ങയുടെ പ്രതിജ്ഞ സഫലമാക്കിക്കൊണ്ട് തിരിച്ചു വരാം. രാജ്യത്തേക്കാൾ എത്രയോ അധികം സുഖമല്ലേ എനിക്ക് വനവാസം. കാരണം എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. സത്യത്തിൽ കൈകേയി അമ്മ എന്നെ സ്നേഹിക്കുകയാണ് ചെയ്തത്. അത്രയും നീ സ്വതന്ത്രമായി ജീവിക്കൂ എന്നല്ലേ അമ്മ ആഗ്രഹിച്ചത്. അങ്ങയുടെ സത്യം പരിപാലിക്കാൻ എനിക്ക് കഴിയും. കൈകേയി അമ്മയ്ക്കും സന്തോഷമാകും. അതിനാൽ വനവാസം എനിക്ക് ഗുണപ്രദമാണ്. എൻ്റെ അമ്മയെ അനുനയിപ്പിക്കുകയും സീതയെ സമാധാനിപ്പിക്കുകയും ചെയ്ത് ഞാനിവിടെ വന്ന് അങ്ങയോട് യാത്ര പറഞ്ഞ് വനത്തിലേക്ക് പോയിക്കൊള്ളാം. ഇങ്ങനെ പറഞ്ഞ് അച്ഛനെ പ്രദക്ഷിണം ചെയ്ത് രാമൻ അമ്മയെ കാണാൻ കൗസല്യയുടെ അന്തപുരത്തിലേക്ക് പോയി. കൗസല്യ ശ്രീരാമചന്ദ്രനെ ശ്രേയസ്സുണ്ടാവാനായിട്ട് പൂജ നടത്തുകയായിരുന്നു. ബ്രാഹ്മണരെ കൊണ്ട് ഹോമം ചെയ്യിപ്പിച്ചു. ഒരുപാട് ധനം ദക്ഷിണയായി കൊടുത്തു. അങ്ങനെ തൻ്റെ മകന് വേണ്ടി അകമഴിഞ്ഞ് ഭഗവാനെ ഹൃദയത്തിൽ കണ്ട് പ്രാർത്ഥിച്ചു നിന്ന കൗസല്യയുടെ മുന്നിൽ രാമൻ വന്നു നിന്നത് കൗസല്യ അറിഞ്ഞില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സുമിത്രയാണ് രാമൻ വന്ന വിവരം കൗസല്യാദേവിയോട് പറഞ്ഞത്. അങ്ങനെ രാമനെ കണ്ട സുമിത്ര ആലിംഗനം ചെയ്ത് മടിയിൽ കിടത്തി. പൂ പോലെ മൃദുവായ രാമൻ്റെ ശരീരത്തെ വാത്സല്യത്തോടെ തലോടി. എന്നാൽ എന്തോ ഒരു വാട്ടം മുഖത്ത് കണ്ടപ്പോൾ കൗസല്യ ചോദിച്ചു, എന്താണ് മകനെ, നിനക്ക് വിശക്കുന്നുണ്ടോ? വരൂ, ഞാൻ വിളമ്പിത്തരാം. ദുഃഖിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ എനിക്ക് നേരമില്ലമ്മേ. എനിക്ക് ഉടനെ തന്നെ ദണ്ഡകാരണ്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. കൈകേയി അമ്മയ്ക്ക് വരം നൽകിയതിനാൽ സത്യസന്ധനായ എൻ്റെ അച്ഛൻ ഭരതനെ രാജ്യവും എനിക്ക് കാനനവാസവും നൽകി. 14 കൊല്ലം ഞാൻ കാട്ടിൽ താമസിക്കണമെന്നാണ് ചെറിയമ്മ വരമായി വാങ്ങിച്ചിരിക്കുന്നത്. അത്രയും കാലം കാട്ടിൽ താമസിച്ച് ഞാൻ മടങ്ങി വരാം. അത്രയും നാൾ അമ്മ ഓരോന്നും ആലോചിച്ച് വിഷമിക്കരുത്. രാമൻ പറഞ്ഞത് കേട്ട് കൗസല്യ പരിഭ്രമിച്ച് ബോധം കെട്ടു വീണു. കുറച്ചു സമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ രാമനോട് പറഞ്ഞു, രാമ, നീ വനത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോ. നീയില്ലാതെ അരനിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. രാജാവിനെ ഭരതനോട് ഇഷ്ടമാണെങ്കിൽ രാജ്യം നൽകിക്കൊള്ളട്ടെ. അതിന് നീ കാട്ടിലേക്ക് പോകേണ്ടതുണ്ടോ? രാജാവ് കൈകേയിക്ക് എല്ലാം കൊടുത്തോട്ടെ. നീ കൈകേയിക്കും രാജാവിനും എന്ത് അപരാധമാണ് ചെയ്തത്? മാത്രമല്ല അച്ഛൻ നിനക്ക് എത്രയും ബഹുമാനനാണോ അതുപോലെ തന്നെയല്ലേ അമ്മയ്ക്കും സ്ഥാനം. അതുകൊണ്ട് അച്ഛൻ വനത്തിലേക്ക് പോകാൻ കൽപ്പിച്ചുവെങ്കിൽ ഞാൻ പറയുന്നു പോകണ്ട എന്ന്. അതും അനുസരിക്കാൻ നീ ബാധ്യസ്ഥനല്ലേ. എൻ്റെ വാക്കിനെ അപമാനിച്ച് രാജാവിൻ്റെ വാക്കിനെ മാനിച്ച് നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നിശ്ചയമായും പ്രാണത്യാഗം ചെയ്ത് ലോകത്തേക്ക് പോകുന്നതാണ്. കൗസല്യ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ ലക്ഷ്മണൻ കോപം കൊണ്ട് വിറച്ചു. 3 ലോകങ്ങളെയും ദഹിപ്പിക്കത്തക്ക വിധത്തിൽ നോക്കിക്കൊണ്ട് രാമനോട് പറഞ്ഞു, ബുദ്ധിക്ക് സ്ഥിരതയും മനസ്സിന് ഉറപ്പുമില്ലാത്ത കൈകേയിക്ക് വശങ്കതനുമായ രാജാവിനെ ഞാൻ പിടിച്ച് ബന്ധിക്കുന്നുണ്ട്. ഭരതനെയും ബന്ധുക്കളെയും ഞാൻ കൊല്ലും. ജ്യേഷ്ഠ, അങ്ങ് അഭിഷേകം സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ. ഞാൻ വില്ലും ധരിച്ച് തയ്യാറായി നിൽക്കും. അഭിഷേകത്തിന് വിഘ്നം ഉണ്ടാക്കുന്നവരെയെല്ലാം ഞാൻ നിശ്ചയമായും കൊല്ലുന്നതാണ്. ഇങ്ങനെ കോപം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ ആലിംഗനം ചെയ്ത് അനുനയിപ്പിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു, ലക്ഷ്മണ,
നീ ശൂരനാണ്, പരാക്രമശാലിയാണ്, എൻ്റെ ഹിതത്തിൽ അത്യന്തം താല്പര്യമുള്ളവനാണ്. എല്ലാം എനിക്കറിയാം. പക്ഷേ ഇത് പൗരുഷം കാണിക്കാൻ പറ്റിയ സമയമല്ല. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, സുഖവും സുഖപദാർത്ഥങ്ങളും എല്ലാം എല്ലാ കാലത്തും ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ഈ പരാക്രമണത്തിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടായേനെ. ഇവിടെ എന്താണ് ശാശ്വതമായിട്ട് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മണനെ ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്. ഓരോ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ലക്ഷ്മണോപദേശത്തിലുള്ളത്. ലക്ഷ്മണനെ രാമൻ ഉപദേശിച്ചത് കേട്ടിട്ട് കൗസല്യാദേവിക്കും കൂടി ഉള്ളതാണ് ഈ ഉപദേശമെന്ന് ദേവിക്ക് തോന്നി. അങ്ങനെ രാമൻ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചു. മകനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തി കൗസല്യ ആശീർവാദം ചെയ്തു. എല്ലാ ദേവന്മാരും ഗന്ധർവന്മാരും ഉമാമഹേശ്വരന്മാരും നീ സഞ്ചരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും രക്ഷിക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് രാമനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു. വനയാത്രയ്ക്ക് അനുമതി നൽകി. രാമൻ്റെ ഉപദേശം കേട്ടതോടെ സന്തോഷാശ്രുക്കളാൽ തൊണ്ടയിടറിക്കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങയുടെ ഉപദേശം കൊണ്ട് എൻ്റെ സംശയമെല്ലാം തീർന്നിരിക്കുന്നു. പക്ഷേ അങ്ങയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാട്ടിൽ അങ്ങയെ സേവിക്കാനായി ഞാനും അങ്ങയുടെ കൂടെ വരും. അതിന് എന്നെ അങ്ങ് അനുവദിക്കണം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കുന്നതാണ്. അതേസമയം ലക്ഷ്മണൻ തൻ്റെ കൂടെ വരണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ശരി, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് രാമൻ പറഞ്ഞു. അതിനുശേഷം സീതയെ സമാധാനിപ്പിക്കാനായി രാമൻ അന്തപുരത്തിലേക്ക് ചെന്നു. അവിടെ സീതയും ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് കേട്ട് ആദ്യം അന്തം വിട്ടുപോയി. ഒരു രാത്രി പോലും പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന അച്ഛനാണ് 14 വർഷം കാട്ടിലേക്ക് പറഞ്ഞിരിക്കുന്നത് എന്ന് കേട്ടപ്പോഴാണ് സീതയ്ക്ക് അത്ഭുതമുണ്ടായത്. അതേസമയം ഭവതി ഇവിടെ എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ച് ഇവിടെ താമസിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സീതാദേവി പറഞ്ഞു, ഞാൻ അങ്ങയുടെ മുൻപിലായി കാട്ടിലേക്ക് നടക്കാം. അങ്ങ് എന്നെ അനുഗമിച്ചാൽ മതി. എന്നെ കൂടാതെ വനവാസത്തിന് പോകുന്നത് അങ്ങേക്ക് തീരെ ഉചിതമല്ല. പല കാര്യങ്ങളും പറഞ്ഞ് ശ്രീരാമസ്വാമി സീതാദേവിയെ പിന്തിരിപ്പിക്കാൻ നോക്കി. അതായത് കാട്ടിലെ ക്രൂരമായ മൃഗങ്ങളും രാക്ഷസന്മാരും എല്ലാം ഉള്ളയിടത്തേക്ക് ഞാൻ എങ്ങനെയാണ് നിന്നെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞപ്പോൾ സീതാദേവി പറഞ്ഞു, അങ്ങുള്ളപ്പോൾ ഞാൻ എന്തിനെയാണ് ഭയക്കേണ്ടത്? മാത്രമല്ല സീതാദേവി പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലത്ത് ജ്യോതിശാസ്ത്രത്തിൽ നിപുണനായ ഒരു ബ്രാഹ്മണൻ പറഞ്ഞു, സീതേ, നിനക്ക് ഭർത്താവും ഒന്നിച്ച് വനവാസം വേണ്ടിവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യമായി തീരട്ടെ. അതുകൊണ്ട് കാട്ടിലേക്ക് ഞാനും അങ്ങയുടെ കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ സീത തറപ്പിച്ച് പറഞ്ഞപ്പോൾ ശരി, എങ്കിൽ ഭവതിയും കൂടെ വന്നുകൊള്ളൂ എന്ന് ശ്രീരാമസ്വാമി പറഞ്ഞു. രാമൻ പറഞ്ഞു, വേഗം പുറപ്പെടണം. ഗുരുപത്നിയായ അരുന്ധതിക്ക് ആഭരണങ്ങളെല്ലാം ദാനം ചെയ്യൂ. കൂടാതെ ബ്രാഹ്മണർക്ക് ധാരാളം പണവും വസ്ത്രങ്ങളും എല്ലാം നൽകി നമുക്ക് കാട്ടിലേക്ക് പോകാം. ലക്ഷ്മണൻ തൻ്റെ അമ്മയായ സുമിത്രയെ കൗസല്യയെ ഏൽപ്പിച്ചു. ഈ സമയത്താണ് സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. രാമനെ സാക്ഷാൽ ദശരഥനായിട്ട് കാണണം. സീതയെ ഞാനായിട്ട്, അതായത് അമ്മയായിട്ട് കാണണം. കാടിനെ അയോധ്യയായിട്ട് കാണണം. അങ്ങനെ സുഖമായിട്ട് പോയി വരാൻ സുമിത്ര ലക്ഷ്മണനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും ദശരഥ മഹാരാജാവിൻ്റെ അടുത്തെത്തി. നഗ്നപാതരായി നടക്കുന്ന സീതാരാമ ലക്ഷ്മണന്മാരെ കണ്ടിട്ട് അയോധ്യവാസികളെല്ലാം കരഞ്ഞും പദം പറഞ്ഞുകൊണ്ടും കൈകേയിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് വാമദേവം എന്ന മുനി ഉപദേശിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്തൊക്കെ പറഞ്ഞ് ശ്രീരാമതത്വം ഉപദേശിക്കും. ശ്രീരാമൻ ഭൂമിയിൽ ജനിച്ചത് തന്നെ രാവണ നിഗ്രഹത്തിനായിട്ടാണ്, രാക്ഷസന്മാരെ വധിക്കാനാണ്. അതുകൊണ്ട് ഈ വനയാത്ര ഭഗവാന്റെ സങ്കല്പമാണ്, ആരും ദുഃഖിക്കരുത് എന്നൊക്കെ പറയും. ശ്രീരാമചന്ദ്രൻ അനുജനോടും ഭാര്യയോടും ഒന്നിച്ച് അച്ഛൻ്റെ സമീപത്തെത്തി കൈകേയിയോട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ 3 പേരും കാട്ടിലേക്ക് പോവുകയാണ്. വേഗം ഈ വിവരം അച്ഛനെ അറിയിക്കൂ. ഇത് കേട്ട കൈകേയി വേഗം എഴുന്നേറ്റ് 3 മരവുരികൾ കൊണ്ടുവന്ന് ഓരോന്ന് രാമനും സീതയ്ക്കും ലക്ഷ്മണനും കൊടുത്തു. രാമനും ലക്ഷ്മണനും രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മരവുരി ഉടുത്തു. സീതയ്ക്ക് മരവുരി ധരിക്കാൻ അറിയില്ല. അതിനാൽ അത് കയ്യിൽ വെച്ച് രാമൻ്റെ മുഖത്തേക്ക് ലജ്ജയോടെ നോക്കി. രാമൻ മരവുരി വാങ്ങി സീതയുടെ പട്ടുവസ്ത്രത്തിന് മുകളിലായി ഉടുപ്പിച്ചു കൊടുത്തു. അത് കണ്ട് അന്തപുര സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു. വസിഷ്ഠൻ കൈകേയിയെ കഠിനമായി അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു,
മൂദേവി, നീ രാമൻ വനത്തിലേക്ക് പോകണമെന്ന് മാത്രമാണ് വരം വാങ്ങിയത്. സീതയ്ക്ക് മരവുരി കൊടുക്കാൻ നിനക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത്? പതിവ്രതയായ സീത കാട്ടിലേക്ക് രാമനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ സർവാഭരണ വിഭൂഷിതയായി രാമൻ്റെ ദുഃഖം അകറ്റുന്നവളായി തന്നെ കാട്ടിൽ കൂടെ താമസിക്കട്ടെ. അങ്ങനെ ദശരഥ മഹാരാജാവ് തേര് കൊണ്ടുവരാൻ സുമന്ത്രരോട് പറഞ്ഞു. അങ്ങനെ 3 പേരും തേരിൽ കയറി വനത്തിലേക്ക് യാത്രയായി. അയോധ്യാവാസികളെയെല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആ വനയാത്ര ആരംഭിച്ചു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.